പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എത്ര പഴകിയ തുരുമ്പ് കയറിയ ഇടിയപ്പച്ച് മിനിറ്റുകൾക്കുള്ളിൽ പുതുപുത്തനാക്കിയെടുക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇടിയപ്പച്ചിൻ്റെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല പോലെ തന്നെ തുരുമ്പും കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ട് കുറേ നാളായി. കാരണം വേറെ ഒന്നുമല്ല, ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് മടിയാണ്. ഇടിയപ്പമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, പക്ഷെ അത് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ച് അങ്ങനെ ആരും അത് ഉണ്ടാക്കിയെടുക്കാനും മെനക്കെടാറില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇടിയപ്പച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത് കണ്ടില്ലേ നല്ല പോലെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇടിയപ്പച്ചിൽ മാവിട്ട് കഴിഞ്ഞത് ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പിഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തിരിച്ചൂരി എടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് തുരുമ്പ് കയറുമ്പോഴാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ ഇടിയപ്പച്ചിൻ്റെ സൈഡിലായിട്ട് മുകൾ ഭാഗത്തായിട്ട് ഉൾഭാഗത്തൊക്കെ ആയിട്ടൊക്കെ നല്ല തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാളൻ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇടിയപ്പച്ചി ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അച്ചും ചില്ലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സെബീന പൊടിയാണ്. സെബീന പൊടി ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന എക്സോൻ്റെ സെബീന പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സെബീന പൊടി കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് മൂടി വെച്ച് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ ഇത് വെച്ചിരിക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ തുരുമ്പൊക്കെ നല്ല പോലെ തന്നെ പോയി നമുക്ക് ഇടിയപ്പച്ച നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് കാണിക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പച്ചിന് ഒരു പ്രത്യേക തിളക്കം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ആ തുരുമ്പും കറയൊക്കെ പകുതി മുക്കാൽ ഭാഗത്തോളം പോയി കിട്ടിയിട്ടുണ്ട്. തിളച്ച വെള്ളവും വാളൻപുളിയും കല്ലുപ്പും ആ സെബീന പൊടിയൊക്കെ ചേർന്ന് വരുന്നൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ കറയും തുരുമ്പൊക്കെ പോയി കിട്ടാൻ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലീനാക്കി കിട്ടാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം സെബീന പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ചെറുനാരങ്ങയുടെ തോടുണ്ടല്ലോ, അതെടുക്കുക. അതിതുപോലെ സെബീന പൊടിയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടിയപ്പച്ചിൻ്റെ തുരുമ്പും കറയൊക്കെ ഉള്ള ഭാഗങ്ങളിലായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ചെറുനാരങ്ങയൊക്കെ എല്ലാവർക്കും അറിയാലോ, കറയൊക്കെ പോയി കിട്ടാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ സെബീന പൊടിയും ചെറുനാരങ്ങയും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. ഒരുപാട് ബലം പിടിച്ച് ഉരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നല്ലപോലെ കുതിർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് ഉരച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. അച്ചിൻ്റെ സൈഡ് ഭാഗവും ഉൾഭാഗവും പുറം വശമൊക്കെ ഞാനിത് വെച്ച് ഒന്നങ്ങ് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ തോടാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു തോട് ഞാൻ യൂസാക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ തോട് കൊണ്ടാണ് ഇതിൻ്റെ പിടിയൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ സൈഡ് ഭാഗത്തെ ഒരു തുരുമ്പുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ആ തുരുമ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. ഒരുപാട് തേച്ചുരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് ഇടിയപ്പച്ച നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ പാത്രം കഴുകുന്ന സോപ്പോ അതല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ ഉപയോഗിച്ച് തേച്ചുരച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയായാലും ഈ ഒരു വൃത്തി കിട്ടില്ല കേട്ടോ. പിന്നെ അതുമല്ല, നമ്മൾ നല്ല പോലെ തന്നെ തേച്ചുരച്ച് കഷ്ടപ്പെടേണ്ടി വരും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ആ തിളച്ച വെള്ളത്തിൽ കല്ലുപ്പും സെബീന പൊടിയും അതുപോലെ തന്നെ വാളംപുളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇടിയപ്പച്ച് ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് തുരുമ്പുകാർ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുള്ളതുമാണ്. അതൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട്.
പിന്നെ ഈ പിടിയുടെ ഉൾവശത്തൊക്കെ നല്ല പോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, അതൊക്കെ ആ വെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോട് വെച്ചിട്ട് ഒന്നങ്ങ് ഉരച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. ഈ ഒരു എക്സോപ്പൊടിയും ചെറുനാരങ്ങയൊക്കെ വെച്ച് നമുക്ക് ഇടിയപ്പം അച്ച് മാത്രമല്ല കേട്ടോ, വീട്ടിൽ ഇതുപോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കാം, എത്രത്തോളം ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓടിൻ്റെ ഇടിയപ്പച്ച, അതുപോലെ തന്നെ ഓടിൻ്റെ പാത്രങ്ങൾ, ഇൻഡാലിയത്തിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലെ അച്ഛൻ ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തേച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം അങ്ങ് കളയട്ടോ. ഇത് സിങ്കിൽ ഒഴിക്കേണ്ട, വാളൻപുളിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സിങ്കിൽ അടയും. ഇനി വേറെ എന്തെങ്കിലും തുരുമ്പ് കയറിയ പാത്രങ്ങളോ അതല്ലെങ്കിൽ സിങ്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വെള്ളമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതാ അച്ച് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിത് വെയിലത്ത് കുറച്ച് സമയം വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പച്ച് എത്ര മാത്രം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു തുരുമ്പ് പിടിച്ച അച്ചും ഈ ഒരു ക്ലീൻ ആയ ഒരു അച്ചും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് കുറച്ച് നല്ലെണ്ണയൊന്ന് തടവി കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയാലും അച്ച് നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം നല്ലെണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തുരുമ്പൊന്നും പിടിക്കൂല കേട്ടോ. അച്ച എപ്പോഴും നല്ല സ്മൂത്തായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇടിയപ്പം നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനും പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ അച്ചിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ നല്ലപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ തുരുമ്പ് കയറിയ ഇടിയപ്പച്ചോ അതല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.